Matrimony Life with Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. Okay, നമുക്ക് ഇനി ഒരു അൺപ്ലഗ് റൗണ്ടിലേക്ക് പാടാൻ വരുന്നത് ഇപ്പൊ കള്ളത്തരം മാറിയ നമ്മുടെ അജൽ. വെൽക്കം അജൽ. തനതും 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 താതും തതും തനതും 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 താ ദിനവയൽ കരയിൽ ഇളവയിൽ കതിരേ പുളിയില കരയാൻ പുടവ നീയുമ്പോൾ പുലരി മഞ്ഞു നനഞ്ഞു നിന്നൊരു പവിഴമലരിനു നൽകുവാനൊരു മുഴം പൂഞ്ചേല വാങ്ങാൻ പോയി കുളിരിളം കാറ്റ് ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ കാട്ടു ചെമ്പകച്ചോട്ടിൽ നിന്ന് കാറ്റിതെങ്ങു പോയി പൂങ്കാറ്റിതെങ്ങു പോയി തനതും 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 താതും തതും തനതും 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 താ തളിരിലക്കുടിലിൽ കിളികൾ കുറുകുമ്പോൾ നിറനില കതിരിൻ തിരി തെളിയുന്നു ഹൃദയമൊന്നു പിടഞ്ഞ കണ്ണുകൾ മഴനിലാവിലലിയവേ ഒരു മുഖം ഒരു മുഖം ഞാൻ നോക്കി നിന്നേ പോയി കൊതി തീരുവോളം ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ കാട്ടു ചെമ്പകച്ചോട്ടിൽ നിന്ന് കാറ്റിതെങ്ങു പോയി പൂങ്കാറ്റിതെങ്ങു പോയി ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ ദും തനതും 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 താതും തതും തനതും 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 താതും തതും തനതും 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 താതും തതും തനതും 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 താ. Nice da. Thank you. അജൽ, ഹലോ. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. ജൂലൈ 4 മൂവിയിലെ ഒരു അടിപൊളി സോങ് അല്ലേ? എങ്ങനെയുണ്ടായി അൺപ്ലഗ്ഡ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇരുന്ന് പാടുന്നത് എനിക്ക് പൊതുവെ അങ്ങനെ കംഫർട്ടബിൾ അല്ല. നീ ഇങ്ങനെ ചരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. തന്നെ ചരിഞ്ഞു പോയതാ. ഓക്കെ, ചോദിക്കാം നമുക്ക്. ഷാനിക്ക കുജലേ സാർ, സുഖാണോടാ നിനക്ക്? സുഖം. നന്നായിട്ട് പാടിയോടാ. താങ്ക് യു സാർ. ഒരു നേസൽ സ്വഭാവം ഉണ്ട് മിക്കവാറും. അത് ആ ഒരു പ്രശ്നത്തിന്റെ ആയിരിക്കും. അത് മരുന്നൊക്കെ കഴിച്ചിട്ട് വേഗം ശരിയാക്കി കേട്ടോടാ. അപ്പൊ ഈ നേസൽ ഇത് വരുമ്പോഴും മൈക്ക് ഈ മൂക്കിന്റെയും വായുടെയും ഇടയിൽ വെച്ചിട്ടാണ്, ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടാണ് അജല് പാടുന്നത്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൗണ്ട് കൂടും. കറക്റ്റ് വായുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് പാടിക്കഴിഞ്ഞാൽ അത് കുറയും. ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊന്ന് നോക്കാം കേട്ടോ. പിന്നെ അവസാനത്തെ ഒരു വാക്ക് മിണ്ടാതെ വേറെ എങ്ങാണ്ടോ പോയല്ലോ.
ഒരു വാക്കുമിണ്ടാതെ. അത് നോട്ട് കൃത്യമായിട്ട് ഹിറ്റ് ചെയ്തില്ല പാടിയ സമയത്ത്. Okay. അത് എന്താണ് ഉദ്ദേശിച്ചത്? ഒന്നുകൂടി അത് ആ ഇംപ്രൈസേഷൻ song-ൽ തന്നെയുള്ള ഒറിജിനൽ ഉണ്ടോ? അത് 2 വേർഷൻ ഉണ്ട്. അപ്പം ശ്വേതാ മോഹൻ മാം പാടിയത് ആക്ച്വലി ഡുവറ്റ് അല്ലേ അത്? വിനീത് ശ്രീനിവാസൻ സാറിന്റെ വേറെ സെപ്പറേറ്റ് വേർഷൻ ഉണ്ട്, ഒറ്റ സോളോ വേർഷൻ. ആണോ? അതെ. ഓ ഓക്കെ. അപ്പൊ അതിൽ ഞാൻ 2 മിക്സ് ചെയ്തിട്ടാണ്. അതിൽ പരിപാടി ഉണ്ടോ? അതിലില്ല, മറ്റേതിനകത്ത് പാടുന്നുണ്ട് ഇങ്ങനെ. ഓക്കെ, എന്താണ് പാടിയത്? ഒരു വാക്കുമിണ്ടാതെ. ഇപ്പോഴും ക്ലിയർ അല്ല. എന്താ ഒരു വാക്കു ഒരു വാക്കുമിണ്ടാതെ. ഓക്കെ, ഇപ്പൊ മനസ്സിലായി എന്താണ് നീ ഉദ്ദേശിച്ചതെന്നുള്ളത്. അവിടെ മാത്രം ചെറിയൊരു അപകടം പോലെ ഒന്ന് ഫീൽ ചെയ്തു. ബാക്കി എല്ലാം കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പാടി. പിന്നെ ഈ ഒരു കോമ്പിനേഷൻ വിനീതും ശ്വേത. എന്റെ ഫസ്റ്റ് പ്ലേ ബാക്ക് സോങ് ഈ പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ സിനിമയില് ആളുകൾ ശ്രദ്ധിച്ചത് മാമരങ്ങളെ ആണെങ്കിലും ഫസ്റ്റ് റെക്കോർഡ് ചെയ്ത സോങ് ആരോ നിലാവായി തലോടി എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അത് പടത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് ജോണി ചേട്ടന് വരെ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. കാരണം ബഡ്ജറ്റ് വിചാരിച്ച് അതിലും ക്രോസ് ചെയ്ത് പോയി, കുറേ ഗ്രാഫിക്സ് അത് ഇതൊക്കെ ആയിട്ട്. അപ്പൊ ആരോ നിലാവായി തലോടി എന്ന് പറഞ്ഞ പാട്ട് വിനീതും ശ്വേതയാണ് പാടിയത്. എൻ്റെ ഫസ്റ്റ് പ്ലേ ബാക്ക് സോങ് പാടിയത് ഇവർ രണ്ടുപേരും കൂടിയാണ്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഒന്ന് ഓർത്തു. അത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം എൻ്റെ ശ്വേതയുടെ കൂടെയുള്ള ഫസ്റ്റ് ടൈം റെക്കോർഡിങ്. അതിനുശേഷം ശ്വേത ഒരുപാട് പാട്ടുകൾ എനിക്ക് വേണ്ടിയിട്ട് പാടി. ഒരു ജെമ്മാണ്, അമ്മയെ പോലെ തന്നെ, വേറെ ഒന്നും പറയാനില്ല. അപ്പം അത്രേ ഉള്ളൂ മോനെ. ഇതിന്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് പറ. ഇത് ജൂലൈ 4 എന്ന മൂവിയിലെ സോങ് ആണ്. ഇത് മ്യൂസിക് ചെയ്തേക്കുന്ന ഔസേപ്പച്ചൻ സാർ, ഇത് ലിറിക്സ് ചെയ്തേക്കുന്ന ഷിബു ചക്രവർത്തി സാർ. ഷിബു ചക്രവർത്തി സാർ. പിന്നെ ഇത് പാടിയേക്കുന്നത് വിനീത് ശ്രീനിവാസൻ സാർ, പിന്നെ ശ്വേതാ മോഹൻ മാം പാടിയിട്ടുണ്ട്. ഡുവറ്റ് വേർഷൻ ഉണ്ട് ഇതിന്റെ. പിന്നെ ഈ പറഞ്ഞ പോലെ ശിവചേട്ടന്റെ വരികയാണ്. ശിവചേട്ടന് ഇഷ്ടം പോലെ എന്തോരം പാട്ടുകളാണ് എഴുതിയിരിക്കുന്നത്. സൂപ്പർ ഹിറ്റ് സോങ്സിന്റെ ഒരു രാജാവ്, ചക്രവർത്തി. അതാണ്, അങ്ങനെ തന്നെ പറയാം. അത്രേ ഉള്ളൂടാ. അതിലെ സാർ നല്ല സുഖമുള്ള ഒരു പാട്ട്. ഇത് നന്നായിട്ട് തന്നെ പാടി. പക്ഷെ പല ഏരിയകളിൽ നിനക്ക് ആ കൺട്രോൾ കിട്ടാത്ത ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു. പിന്നെ ഈ സംഗതികൾക്കൊക്കെ ബൃഹാസൊക്കെ പാടുമ്പോൾ അതിനൊരു കുറച്ചും കൂടെ കൂൾ അവസ്ഥയുണ്ട്. അത് നല്ല സുഖമായിരിക്കും. ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് പറയാറുള്ളതാണ്, അത്ര മസിൽ പെരുപ്പിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെ അത് ശരിയാക്കി എടുക്കാം. നമ്മൾ ഭയങ്കര അത് പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ അമ്മേ എന്ന് വിളിച്ചാൽ പോരല്ലോ ആ സമയത്ത്. അപ്പൊ അത് ഒന്ന് ശരിയാക്കേണ്ട ഏരിയ അതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് ഏത് സംഗതിയാണെങ്കിലും അതിന്റെ ഒരു സുഖത്തിലേക്ക് അത് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. പിന്നെ എന്താണ് ഒരു കൺട്രോൾ ഇല്ലാതെ ഇരുന്നുകൊണ്ടാണ്. അറിയില്ല സാർ. അപ്പൊ ചക്കര, ഇതാണ് നീ ഒരു നല്ല പാട്ടുകാരനാണ്, ഉറപ്പാണ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ നിന്റെ ഈ ബൃഹാസൊക്കെ ഒന്ന് ഷുഗർ കോട്ട് ചെയ്യുക. അത് നമ്മൾ സ്ട്രെയിൻ ചെയ്യരുത്. അത് കൃത്യമായ പ്രാക്ടീസിലൂടെ പറ്റും. എന്നാൽ എന്തൊക്കെയാണ് നമ്മുടെ അണ്ണാച്ചയുടെ പാട്ടെടുത്തോണ്ട് വന്നു. വിനീതും ഈ ശ്വേതയൊക്കെ നമ്മുടെ ചക്കരകളാണ്. സ്നേഹമുള്ളവരുടെ ഒരു പാട്ടെടുത്തോണ്ട് വന്ന് പാടി. ഇതിലും കുറെ സന്തോഷം ചക്കര. നീ ഇതൊന്ന് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി അജൽ മാം. അജൽ സൂപ്പർ, നന്നായി പാടി. താങ്ക് യു മാം. ഇതിൽ ഈ വോയിസിന്റെ കാര്യത്തിൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് വന്നതാണ്. അപ്പം അത് ഒന്നും കൂടി ഒന്ന് ബലപ്പെടുത്തണം. കാരണം ആ ഒരു ക്ലാരിറ്റി, ഈ പറഞ്ഞ രണ്ടുപേരും പറഞ്ഞ അതേ കാര്യങ്ങളാണ് എനിക്കും തോന്നിയത്. ആ ക്ലാരിറ്റി കുറച്ചുകൂടെ വരണം മോനെ വോയിസിൽ. ചില ഭാഗങ്ങളൊക്കെ അതിങ്ങനെ ഒതുങ്ങിപ്പോന്നു, അതിന് ആ അക്ഷരങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നില്ല. അതൊക്കെ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അതല്ലാതെ വോയിസ് ഒരു നല്ല വോയിസ് ആണ്. അപ്പൊ അതിന് നമുക്ക് ഇനി കുറച്ചുകൂടി അതിന് ബ്യൂട്ടി എൻഹാൻസ് ചെയ്യണം. ആ ഫീല് വരണം. അതിന് കുറച്ചുകൂടെ ശ്രുതി കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനിയും ഒന്നും കൂടെ ഒന്ന് റെഡി ആവാനുണ്ട്. ഓക്കെ, നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ മാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, ശരത് സർ. അജലെ സാർ 9.2 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി അജൽ മാം 9.1 മാർക്ക്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക. പൂജലേ. സാർ താങ്ക് യു സാർ. Okay, so total 18.3. ഓക്കെ. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.